നോമ്പ് കാലങ്ങളിൽ ഞങ്ങളുടെ അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ സോയ ചങ്ക്സ്. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 2006 മറ്റോ ആണ് ഞങ്ങൾ ആദ്യമായി ഇതിനെക്കുറിച്ച് അറിയുന്നതും കഴിക്കുന്നതും. പിന്നീട് ഇത് ഞങ്ങളുടെ അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിരുന്നുകാരനായി. പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ സമയത്തൊക്കെ നോൺ വെജിന് പകരക്കാരനായി ചോറിനും ചപ്പാത്തിക്കും ഒപ്പമൊക്കെ സോയ ചങ്ക്സ് സ്ഥാനം പിടിച്ചു. എനിക്ക് തോന്നുന്നു നോമ്പിൻ്റെ സമയത്ത് മിക്ക ക്രിസ്ത്യൻ കുടുംബങ്ങളിലും സോയ ചങ്ക്സ് ഒരു താരം തന്നെയാണ്. ഇടയ്ക്കൊക്കെ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന പോലെ ഇറച്ചി മസാലയും കുരുമുളകും ഒക്കെ ചേർത്തുണ്ടാക്കും. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഞങ്ങൾക്ക് ഇതൊരു സ്നാക്ക് പോലെ വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല. സോയ ചങ്ക്സ് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് സോയ ചങ്ക്സും ഒപ്പം കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതുപോലൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി പച്ചവെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായി കഴുകി അതിലെ വെള്ളമൊക്കെ കൈവച്ചമർത്തി കളഞ്ഞെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ മല്ലിയില അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ചേർക്കാം. കുറച്ച് ഉപ്പും ചേർക്കാം. ഇത് പാകമായി വരുമ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ടൊമാറ്റോ സോസും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ സോയ ചങ്ക്സ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ തീ അണയ്ക്കാം. സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ലഞ്ചിന് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയും സോയ ചങ്ക്സും കഴിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.